ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 4-ാം വാക്യമാണ്. അതിൽ യേശുക്രിസ്തു ഇങ്ങനെ പറയുന്നു: നിങ്ങൾ എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. എബൈഡ് ഇൻ മീ ആസ് ഐ എബൈഡ് ഇൻ യു. അപ്പോൾ യേശുക്രിസ്തു അല്ലെങ്കിൽ ദൈവം നമ്മൾ വസിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഇതിനെപ്പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം മുതൽ 17-ാം അധ്യായം വരെ മർക്കോസിൻ്റെ മാളികയിൽ പെസഹ ശുശ്രൂഷയ്ക്ക് ശേഷം യേശുക്രിസ്തു ശിഷ്യന്മാരോട് സംസാരിക്കുകയും പിതാവാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആ സന്ദർഭമാണ് അവിടെ വിവരിക്കുന്നത്. അതിന് പറയുന്നത് അപ്പർ റൂം ഡിസ്കോഴ്സ്. ഒരാൾ മരിക്കുന്നതിന് മുൻപ് സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് അതീവ പ്രാധാന്യമുണ്ട്. യേശുക്രിസ്തു ക്രൂശ് മരണത്തിനായി സ്വയം ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ സമയം, അതിന് തൊട്ട് മുന്നേ യേശുക്രിസ്തു ശിഷ്യന്മാരോടൊക്കെ പറയുന്ന പ്രബോധിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുകയും ചെയ്യുന്നു. യേശുവിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്യങ്ങളായതുകൊണ്ട് അതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം മുതൽ 17-ാം അധ്യായം വരെയാണ് ഈ അപ്പർ റൂം ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് യേശുക്രിസ്തു പറയുന്നു, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ. നിങ്ങൾ എന്നിൽ വസിക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ല ഫലം കായ്ക്കും. അതിനകത്ത് യേശുക്രിസ്തു താരതമ്യം ചെയ്യുന്നത്, മെറ്റഫോറിക്കായിട്ട് പറയുന്നത്, യേശുക്രിസ്തു മുന്തിരിവള്ളിയും വിശ്വാസികൾ ബ്രാഞ്ചസ് ആണെന്ന്, ശാഖകളാണ് എന്നുള്ള ആ ഒരു ആശയമാണ് പറയുന്നത്. മുന്തിരിവള്ളിയിൽ അറ്റാച്ച് ചെയ്യപ്പെട്ട ശാഖകൾ നല്ല ഫലം കായ്ക്കും. നല്ല ഫലം എന്താണെന്ന് നമുക്കറിയാം. ആത്മാവിൻ്റെ ഫലം, ഫ്രൂട്ട് ഓഫ് ദി സ്പിരിറ്റ്, അതായത് സ്നേഹം. പിന്നെ സ്നേഹത്തിൻ്റെ പല ബൈ പ്രോഡക്ട്സ് ഉണ്ട്. സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിനകത്ത് സ്നേഹമാണ് ആത്മാവിൻ്റെ ഫലം. സ്നേഹത്തിൻ്റെ ബൈ പ്രോഡക്ട്സാണ് മറ്റുള്ളവർക്കൊക്കെയും ഉള്ളത്. അപ്പോൾ അങ്ങനെ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ. അതുപോലെ തന്നെ യോഹന്നാൻ ശ്ലീഹ യിൽ പറയുന്നുണ്ട്, യേശുക്രിസ്തു പരിശുദ്ധാത്മാവിൻ്റെ വരവിനെ പറ്റി പറയുന്നു. പരിശുദ്ധാത്മാവ് വന്ന് നിങ്ങൾ വസിക്കുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവും, ഓൺ ദാറ്റ് ഡേ യു വിൽ നോ ദാറ്റ് ഐ ആം ഇൻ മൈ ഫാദർ ആൻഡ് യു ആർ ഇൻ മീ ആൻഡ് ഐ ഇൻ യു. യേശുക്രിസ്തു ദൈവത്തിൽ വസിക്കുന്നുവെന്നും യേശുക്രിസ്തുവിൽ ശിഷ്യന്മാർ വസിക്കുന്നുവെന്നും അതുപോലെ തന്നെ ദൈവം ജനങ്ങൾ വസിക്കുന്നുവെന്നുള്ള ആ ഒരു ട്രിനിറ്റേറിയൻ കോൺസെപ്റ്റ് ആണ് അവിടെ പറയുന്നത്. അപ്പം പരസ്പരം അധിവസിക്കുന്ന വിശ്വാസികളുടെ ഒരു കൂട്ടമാണ് യേശുവിൽ വിശ്വസിക്കുന്ന ജനങ്ങൾ എന്നുള്ള ആശയമാണ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യത്തിൽ യേശുക്രിസ്തു പിതാവാൻ ദൈവത്തിനൊക്കെ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്. പ്രാർത്ഥിക്കുന്നത് യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയും അതുപോലെ തന്നെ വരാനിരിക്കുന്ന വിശ്വാസികൾക്കും വേണ്ടി യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: ദാറ്റ് ദേ മേ ഓൾ ബി വൺ ആസ് യു ഫാദർ ആർ ഇൻ മീ ആൻഡ് ഐ ആം ഇൻ യു. May they also be in us, so that the world may believe that you have sent me. പിതാവായ ദൈവം എന്നെ അയച്ചിരിക്കുന്നുവെന്ന് മറ്റുള്ള ജനങ്ങൾക്കും അതുപോലെ വിശ്വാസികൾക്കും മനസ്സിലാകുവാൻ വേണ്ടി നമ്മൾ പരസ്പരം അധിവസിക്കുക. പിതാവ് പുത്രനിലും, പുത്രൻ പരിശുദ്ധാത്മാവിലും, പരിശുദ്ധാത്മാവ് ജനങ്ങളിലും അധിവസിക്കുന്ന ആ ഒരു സ്ഥിതിവിശേഷം. അങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിൽ വരുന്നുടനെ ഇവരെല്ലാവരും ഒന്നാകുകയാണ്. വി ആർ ഓൾ വൺ ഇൻ ക്രൈസ്റ്റ് എന്നുള്ള ആ ഒരു ചിന്താഗതി, നമ്മളെല്ലാം ഒന്നാകുന്നു. ആ ഒരു ചിന്താഗതി, ആ ഒരു സ്ഥിതിയിലേക്ക് വരികയാണ് നമ്മൾ ദൈവത്തിൽ വസിക്കുമ്പോൾ. ഇഫ് വി അബൈഡ് ഇൻ ജീസസ് ക്രൈസ്റ്റ് വി ഓൾ ബിക്കം വൺ. ദൈവവും നമ്മളും ഒന്നാകുന്നു, അല്ലെങ്കിൽ താതാമ്യം പ്രാപിച്ച് ദൈവം ചിന്തിക്കുന്നത് പോലെ നമ്മളും ചിന്തിക്കാൻ തുടങ്ങുന്നു. യേശുക്രിസ്തു ചിന്തിച്ച പോലെ നമ്മളും ചിന്തിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മളെ ആ ചിന്തകൾ പ്രാവർത്തികമാക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നു. എന്താണ്? സ്നേഹം. സ്നേഹം മാത്രമാണ് ദൈവം. ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാകുന്നു.
നമ്മളും സ്നേഹം തന്നെ ആകുന്ന ഒരു സ്ഥിതിവിശേഷം. അപ്പോൾ അതാണ് ഈ ലോകത്തിൽ നമ്മളുടെ ഏറ്റവും വലിയൊരു ലക്ഷണം. നമ്മൾ ദൈവത്തിൽ വസിക്കുകയാണെങ്കിൽ, ദൈവം നമ്മൾ വസിക്കുകയാണെങ്കിൽ നമ്മൾ സ്നേഹമാവും. കൂടെ ജീവിക്കുന്ന ആൾക്കാർക്കെല്ലാം നമ്മൾ സ്നേഹം പകർന്നു കൊടുക്കും. അപ്പോൾ ദൈവം നമ്മൾ വസിക്കുന്നതിൻ്റെ ഒരു വലിയൊരു ഉദാഹരണം എനിക്ക് കഴിഞ്ഞിടയിൽ തോന്നിയതാണ്. യേശുക്രിസ്തു മാർത്തയുടെയും മറിയയുടെയും വീട്ടിൽ ചെല്ലും. മാർത്ത അപ്പോൾ പല കാര്യങ്ങളിൽ വ്യാപൃതയാവുന്നു. വീട്ടിലെ ഭക്ഷണമൊക്കെ ക്രമീകരിക്കുകയും അടുക്കുകയും പറക്കുകയൊക്കെ ചെയ്ത് വളരെ ബിസിയായിട്ട് നടക്കും. പക്ഷേ മറിയ യേശുക്രിസ്തുവിൻ്റെ കാൽപാദത്തിലിരുന്ന് യേശുക്രിസ്തു പറയുന്നത് കേൾക്കുന്നു, വളരെ ശ്രദ്ധാപൂർവം കേൾക്കുന്നു. അപ്പോൾ മാർത്ത യേശുക്രിസ്തുവിൻ്റെ ഇടയ്ക്ക് പരാതിയുമായി വരുന്നു. ഞാനിങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നു പറഞ്ഞേ ആണ്ട് മറിയ ഗുരുവിൻ്റെ കാൽപാദത്തിലിരുന്ന് ഗുരു പറയുന്നത് കേൾക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു മറുപടി കൊടുക്കുന്നത് ഞാൻ വായിക്കാം. ഇങ്ങനെയാണ് പറയുന്നത്: മാർത്തയെ, മാർത്തയെ, നീ അനേക കാര്യങ്ങളെക്കുറിച്ച് കരുതുകയും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആവശ്യമായുള്ളത് ഒന്ന് മാത്രം. മറിയാം ആ നല്ല ഓഹരി അവൾക്കായി തിരഞ്ഞെടുത്തു. അത് അവിടെ നിന്ന് എടുക്കപ്പെടുകയില്ല. അപ്പോൾ നല്ല ഓഹരി എന്ന് പറയുന്നത് ദൈവത്തോടൊപ്പം ഇരിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ദൈവത്തോടൊപ്പം സഹവസിക്കുക. നമ്മൾ ഈ ലോകത്ത് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കൂട്ടും. പക്ഷെങ്കിൽ ദൈവത്തോടൊപ്പം നമ്മൾ ഇരിക്കുന്നില്ല എങ്കിൽ അത് നല്ല ഓഹരിയല്ല. ദൈവത്തോടൊപ്പം ഇരിക്കുക. ദൈവത്തിൻ്റെ വചനം, യേശുക്രിസ്തു നമ്മോടുകൂടി ഇല്ല. നമുക്ക് ദൈവത്തിൻ്റെ വചനമുള്ളത് വേദപുസ്തകത്തിലാണ്. നമ്മൾ ആ വേദപുസ്തകം വായിക്കുകയാണെങ്കിൽ നമ്മൾ ദൈവത്തോടൊപ്പം തന്നെ ഇരിക്കും. അപ്പോൾ ആദ്യത്തെ ഉദാഹരണം, യേശുക്രിസ്തു ദൈവത്തോട് പ്രാർത്ഥിച്ചതുപോലെ തന്നെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥനയിൽ മുഴുകി ദൈവത്തോടൊപ്പം ആയിരിക്കാം. രണ്ടാമത്, മറിയാം യേശുക്രിസ്തുവിൻ്റെ കാൽപാദത്തിലിരുന്ന് യേശുക്രിസ്തു പറയുന്നത് സശ്രദ്ധം ശ്രവിച്ചതുപോലെ നമുക്കും യേശുക്രിസ്തുവിൻ്റെ വചനം വായിച്ച് യേശുക്രിസ്തു നമ്മളുടെ അടുക്ക് എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ ദൈവം നമ്മളുടെ അടുക്ക് എന്താണ് പറയുന്നതെന്ന് നമുക്ക് ശ്രദ്ധാപൂർവം ശ്രവിക്കാൻ ശ്രമിക്കാം. അപ്പം ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ് എന്താണ്? പ്രയോജനം എന്ന് പറയുന്നത് ശരിയല്ല. എന്നിരുന്നാലും നമ്മളിത് ഒരു ഗുണത്തിന് വേണ്ടിയല്ല നമ്മളിതൊക്കെ ചെയ്യുന്നത്. പക്ഷേങ്കിൽ നമ്മളിത് ജീവിതത്തിൻ്റെ ഒരു ജീവിതചര്യയാക്കി മാറ്റുകയാണെങ്കിൽ ദൈവം നമുക്ക് തരുന്ന ഒരു ഗിഫ്റ്റ്, അതാണ് ഇറ്റേണൽ ലൈഫ്. അപ്പം നമ്മളിതൊക്കെ ചെയ്യുന്നതിൻ്റെ ഫലമല്ല, ഇതിൻ്റെ ഒരു ദൈവം നമുക്ക് തരുന്ന ഒരു ഗിഫ്റ്റാണ്. നമ്മളൊരിക്കലും അർഹിക്കാത്ത വലിയൊരു അനുഗ്രഹം, കൃപയാണ് ദൈവം നമുക്ക് തരുന്നത്. അതെന്താണെന്ന് പൗലോസ്ലീഹ റോമർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നു. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 5-ാം വാക്യം, റോമർ 6:5 പറയുന്നു: If we have become one with Christ in his death, we will be one with him in being raised from the dead to new life. മാമോദീസായാൽ നമ്മൾ പാപത്തിന് മരിച്ച് യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യേശുക്രിസ്തു ഉയർത്തെണ്ണീച്ചതുപോലെ തന്നെ യേശുക്രിസ്തു രണ്ടാമത് വരവ് വരുന്നുടനെ നമ്മളും യേശുക്രിസ്തുവിനെ കൂട്ട് ഉയർത്തെണ്ണീറ്റ് നിത്യജീവനിലേക്ക് പ്രവേശിക്കും. അതാണ് നമുക്ക് അവസാനമായി കിട്ടാൻ പോകുന്ന പ്രതിഫലം. അപ്പോൾ നമ്മൾ മാമോദീസായാൽ പാപത്തിന് നമ്മൾ മരിച്ച് യേശുവിനോട് ചേർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു വിശ്വാസം ഏറ്റുപറഞ്ഞ് നമ്മൾ മാമോദീസ മുങ്ങി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ച് മൂറോൻ കൂദാശയാൽ മൂറോൻ്റെ അഭിഷേകത്താൽ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടി, ആ വിശ്വാസത്തിൽ ജീവിക്കുന്നവർക്ക് യേശു ഉയർത്തെഴുന്നേറ്റ പോലെ നമ്മളും യേശുവിൻ്റെ രണ്ടാം വരവിൽ ഉയർത്തെഴുന്നേൽക്കും. അപ്പം ആ ഒരു വലിയ സൗഭാഗ്യമാണ് നമുക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൽ അധിവസിച്ച് പ്രാർത്ഥനയാലും വേദപുസ്തക ചിന്തയാലും അതുപോലെ തന്നെ മരണാനന്തരം യേശുവിനോടൊപ്പം തന്നെ നമ്മൾ ഉയർത്തെണ്ണീക്കുന്നുള്ള വലിയ ഒരു പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാം. അതിനായി എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.